കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ബികോം BBA CA CMA +2 സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻസ് ഓർ പർപ്പസസ്, ഫോംസ്, അതുപോലെ തന്നെ ക്ലോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയുടെ എല്ലാ ലിങ്കുകളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ നൽകുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Memorandum of Association is the first and most important document to be submitted to the registrar for registration of a company. കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. കമ്പനിക്ക് പുറമേയുള്ളവരുമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. കമ്പനിക്ക് ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് സെറ്റ്സ് ഔട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫൗണ്ടേഷൻ ഓൺ വിച്ച് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി ഈസ് ബേസ്ഡ്. ഇത് കമ്പനിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഭരണഘടന, അതിൻ്റെ ഫൗണ്ടേഷനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിന്മേലാണ് ആ ഒരു കമ്പനിയുടെ മുഴുവൻ സ്ട്രക്ചറും ബേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് ആ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ലേസ് ഡൗൺ ദ പവേഴ്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി ആൻഡ് ഓൾസോ ദ സ്കോപ്പ് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദ കമ്പനി ബിയോണ്ട് വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് കനോട്ട് ഗോ. ഇതൊരു ഡോക്യുമെൻ്റ് ആണ് വിച്ച് ലേസ് ഡൗൺ ദ പവേഴ്സ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പവർ എന്താണ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. and also the scope of the operation of the company beyond which its activities cannot go. കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ സ്കോപ്പ് എത്രത്തോളമാണ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരിക്കലും കമ്പനിയുടെ ആക്ടിവിറ്റീസ് പോകാൻ പാടില്ല. ആ ഒരു പരിധിക്കുള്ളിൽ, ആ സ്കോപ്പിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. It may rightly be called as a charter of a company, as it contains the fundamental conditions upon which the company is incorporated. കമ്പനി രൂപീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ആ ഒരു ഫണ്ടമെൻ്റൽ കണ്ടീഷൻസ്, അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ആശയങ്ങൾ, കണ്ടീഷനുകൾ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ ഒരു ചാർട്ടറാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് റെഗുലേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ കമ്പനി വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. നമ്മുടെ കമ്പനിക്ക് അതിൻ്റെ പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. ദ മെമ്മോറാണ്ടം ഓഫ് കമ്പനി ഈസ് എ പബ്ലിക് ഡോക്യുമെൻറ്റ് ആൻഡ് എവറി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദ കമ്പനി ഈസ് പെർസീവ്ഡ് ടു ഹാവ് ദ സഫിഷ്യൻറ്റ് നോളജ് ഓഫ് ഇറ്റ്സ് കണ്ടന്റ്. കമ്പനിയുടെ മെമ്മോറാണ്ടം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്, എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന ആക്സസിബിലിറ്റി ഉള്ള ഒന്നാണ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവറി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദ കമ്പനിയുമായിട്ട് ഇടപാട് നടത്തുന്ന എല്ലാ വ്യക്തികളും ഈസ് പെർസ്യൂംഡ് ടു ഹാവ് ദ സഫിഷ്യൻറ്റ് നോളജ് ഓഫ് ഹിസ് കണ്ടന്റ്. അതിലെ കാര്യങ്ങളെക്കുറിച്ച്, കണ്ടന്റുകളെക്കുറിച്ച് വേണ്ടത്ര അറിവും അവഗാഹവും ഉണ്ടാവേണ്ടതുണ്ട്. ദെൻ ഡെഫിനിഷൻ. സെക്ഷൻ 2 സബ്സെക്ഷൻ 56 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മെമ്മോറാണ്ടം മീൻസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി as originally formed or as altered from time to time in pursuance of any provisions of the Companies Act. മെമ്മോറാണ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒറിജിനലി ഫോം ചെയ്യുക, പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആവാം, ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആവാം, or as altered from time to time in pursuance of any provisions of the Companies Act. കമ്പനീസ് ആക്ടിലെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ സമയാസമയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ളതാവാം. അങ്ങനെയുള്ള ഏതും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്നു. ദസ് ലീഗലി എ മെമ്മോറാണ്ടം മീൻസ്, അപ്പോൾ ലീഗലി നമ്മളൊരു മെമ്മോറാണ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ മെമ്മോറാണ്ടം ആസ് ഒറിജിനലി ഫോംഡ് ബൈ ദ കമ്പനി പൂർണ്ണമായിട്ടും പുതുതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒന്നിനെ നമുക്ക് മെമ്മോറാണ്ടം എന്ന് വിളിക്കാം. എ മെമ്മോറാണ്ടം ആസ് ആൾട്ടേർഡ് ബൈ ദ കമ്പനി ഫ്രം ടൈം ടു ടൈം, സമയാസമയങ്ങളിൽ കമ്പനി മാറ്റം വരുത്തിയിട്ടുള്ള ഒന്നിനെയും നമുക്ക് മെമ്മോറാണ്ടം എന്ന് പറയാം.
ഇമ്പോർട്ടൻസ് ഓർ പർപ്പസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, ഇത് രണ്ടും നമുക്ക് ഒരൊറ്റ ഇതിനകത്തായിട്ട് നമുക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ. The main purpose of the Memorandum of Association is to enable shareholders, creditors, and all those persons who deal with the company to know what are its powers and what is the range of its activities. They may also know the risk involved in their investment. ഷെയർഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന റിസ്ക് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാനും മെമ്മോറാണ്ടം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The outsiders dealing with the company can know exactly the object of the company and their contractual relations. കമ്പനിയുമായിട്ട് ഇടപാട് നടത്തുന്ന ഔട്ട്സൈഡേഴ്സ്, ക്രെഡിറ്റേഴ്സിനെ പോലെ ബാങ്കേഴ്സിനെ പോലത്തെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒബ്ജക്ട്സ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതും അവരുടെ കോൺട്രാക്ച്വൽ റിലേഷൻസ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ കൃത്യമായിട്ട് അറിയുന്നതിന് മെമ്മോറാണ്ടം സഹായിക്കുന്നുണ്ട്. They may also know whether their dealings are in relation to matters within the object of the company. കമ്പനിയുടെ ഒബ്ജക്ട്സിനകത്ത് വരുന്ന വിഷയങ്ങൾ, കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണോ തങ്ങളുടെ ഇടപാടുകൾ നടക്കുന്നത് എന്നുള്ള കാര്യവും ഔട്ട്സൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതിന് മെമ്മോറാണ്ടം സഹായിക്കുന്നു. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പരിധിക്കപ്പുറം കമ്പനിക്ക് ഒരിക്കലും ഡീലിങ്സ് നടത്താൻ പാടില്ല. അപ്പോൾ ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് ഇവർക്ക് അറിയാൻ സാധിക്കും. ആ ഒബ്ജക്ട്സിനകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഇടപാട് എന്നുള്ളത് അവർക്ക് ഉറപ്പുവരുത്താനും സാധിക്കും എന്നാണ് പറയുന്നത്. ഫോംസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കുറേ ഫോംസ് ഓൾറെഡി നമ്മുടെ ആക്റ്റുകളിൽ അവൈലബിൾ ആണ്. ആ ഫോംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ദ ഫോം ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആർ ഗിവൺ ഇൻ ടേബിൾ എ, ബി, സി, ഡി ആൻഡ് ഇ ഇൻ ഷെഡ്യൂൾ 1 ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 1 ടേബിൾ എ, അതുപോലെ തന്നെ ടേബിൾ ബി, സി, ഡി, ഇ ഇവയിലൊക്കെ ആയിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കുറേ ഫോംസ് തന്നിട്ടുണ്ട്. ഫോം ഇൻ ടേബിൾ എ ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടുള്ള കമ്പനികളുടെ കേസസിലാണ് നമ്മൾ ടേബിൾ എ അപ്ലൈ ചെയ്യുന്നത്. അവിടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. Then the form in table B is applicable to companies limited by guarantee and not having share capital. Different forms of companies നമ്മൾ ഫസ്റ്റിൽ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ എല്ലാ ലിങ്കുകളും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. കമ്പനികളെക്കുറിച്ച് അറിയാത്തവർക്കത് കാണാവുന്നതാണ്. അപ്പോൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവുകയും ചെയ്യുക, ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ, അവർക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ലാനും അത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ടേബിൾ ബിയിൽ പറഞ്ഞിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ് ഉപയോഗിക്കുക. Form in table C is applicable to companies limited by guarantee and having a share capital. Companies limited by guarantee, അതായത് ഗ്യാരണ്ടിയാൽ ലിമിറ്റ് ചെയ്ത കമ്പനി ആവുകയും ചെയ്യുക, ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുകയും ചെയ്യുക. അത്തരം കമ്പനികൾക്ക് ടേബിൾ സി അപ്ലിക്കബിൾ ആണ്. ദെൻ the form in table D is applicable to unlimited companies not having share capital. അൺലിമിറ്റഡ് കമ്പനി ആവുക, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുക. അത്തരം കമ്പനികൾക്ക് ഉപയോഗിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ മോഡലാണ് ടേബിൾ ഡിയിൽ കാണിക്കപ്പെട്ടിട്ടുള്ളത്. Then the form in table E is applicable to unlimited companies having share capital. ഷെയർ ക്യാപിറ്റൽ ഉള്ള അൺലിമിറ്റഡ് കമ്പനീസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് ടേബിൾ ഇയിൽ കാണിച്ചിരിക്കുന്ന മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ മോഡൽ. Then, as far as possible, the company to be incorporated should adopt any of the above mentioned model form of memorandum as may be applicable to it. അപ്പോൾ കഴിയുന്നിടത്തോളം കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനികൾ ഈ മേൽപ്പറഞ്ഞ മോഡലുകളിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഫോം അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്, ഉപയോഗിക്കേണ്ടതാണ്. ഓർ ഇറ്റ് മേ പ്രിപ്പയർ ഇറ്റ് ഇൻ എനി അതർ ഫോം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് അതിനിഷ്ടപ്പെടുന്ന വേറെ ഏതെങ്കിലും രൂപത്തിൽ അത് തയ്യാറാക്കാവുന്നതാണ്. ബട്ട് ദ സെയിം ഷുഡ് ബി ആസ് നിയർ ദർ ടു ആസ് എ സർക്കംസ്റ്റൻസ് മേ അഡ്മിറ്റ്. ആ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ന് മാത്രം. ആ കമ്പനിയുടെ ഫീച്ചേഴ്സിനും അതിൻ്റെ സ്വഭാവത്തിനും അനുസരിച്ചുള്ളതായിരിക്കണം പുതുതായിട്ട് തയ്യാറാക്കുന്ന മോഡൽ എന്ന് മാത്രം. The memorandum of association must be printed and divided into paragraph which should be consecutively numbered. Memorandum of association
പ്രിൻ്റ് എഴുതിയിരിക്കണം. അത് നമ്മൾ അതിലെ കണ്ടൻറ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഓരോന്നിനും കോൺസിക്യൂട്ടീവ്ലി സീരിയലി നമ്പർ ചെയ്തിരിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ടിരിക്കണം. 1 2 3 4 എന്നുള്ള രീതിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കണം. The memorandum should be signed by the required number of subscribers. Minimum 7 in case of public company and 2 in case of private company. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ തീർച്ചയായിട്ടും ആവശ്യമുള്ള അത്രയും ആളുകൾ, എണ്ണം ആളുകൾ, സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ വരിക്കാർ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 7 മാക്സിമം എത്രയാവാം. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 2. The subscribers must sign in the presence of at least one witness. ഒരു സാക്ഷിയുടെ മുമ്പിലെങ്കിലും നിന്നുകൊണ്ടായിരിക്കണം, ഒരു സാക്ഷിയുടെ പ്രസൻസിലായിരിക്കണം ഒരു സബ്സ്ക്രൈബർ സൈൻ ചെയ്യേണ്ടത്. ഹൂ ഷാൾ അറ്റസ്റ്റ് ദ സിഗ്നേച്ചർ ഓഫ് ഈച്ച് സബ്സ്ക്രൈബർ. ഓരോ സബ്സ്ക്രൈബറും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആര് അറ്റസ്റ്റ് ചെയ്തിരിക്കണം? ആ വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന ആൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം. എവ്രി സബ്സ്ക്രൈബർ മസ്റ്റ് ഓൾസോ ആഡ് ഹിസ് അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓക്യുപ്പേഷൻ. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബറും സൈൻ ചെയ്താൽ മാത്രം പോരാ, അവരുടെ അഡ്രസ്സ്, ഡിസ്ക്രിപ്ഷന്, ഓക്യുപ്പേഷൻ, തൊഴിൽ എന്താണെന്നുള്ളതൊക്കെ കൊടുത്തിരിക്കണം. ഇഫ് എനി. ദ വിറ്റ്നസ് ഷാൾ ഓൾസോ റൈറ്റ് ഹിസ് അഡ്രസ്, ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓക്യുപ്പേഷൻ അക്കോർഡിംഗ്ലി. അപ്പോൾ അതോടൊപ്പം തന്നെ വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന, സാക്ഷിയായിട്ട് നിൽക്കുന്ന ആളും അയാളുടെ അഡ്രസ്സും ഓക്യുപ്പേഷനും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓൺലി എ പേഴ്സൺ സ്യൂ ജൂറിസ്, that is, who is applicable of entering into a contract on his own, can subscribe the memorandum of association. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യാൻ സാധിക്കുന്ന, അതിൽ ഒപ്പിടാൻ സാധിക്കുന്ന ആളെന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? സ്വന്തം നിലക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി ഉള്ള ആൾ, അതാണ് നമ്മൾ സ്യൂ ജൂറിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ മെമ്മറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. Then clauses, contents of memorandum of association. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ കണ്ടന്റുകൾ, ക്ലോസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അതിൽ നമുക്കുള്ള ക്ലോസുകൾ ഏതൊക്കെയാണെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഒബ്ജക്ട്സ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ഇത്രയും ക്ലോസസ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് വരുന്നത്. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നെയിം ക്ലോസ്, സെക്ഷൻ 4 സബ്സെക്ഷൻ എക്കകത്താണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ദിസ് ക്ലോസ് ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ പ്രപ്പോസ്ഡ് കമ്പനി. നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന, അതായത് നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് കണ്ടെയ്ൻ ചെയ്യുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്ലോസ് ആണ് നെയിം ക്ലോസ്. കമ്പനിയുടെ എന്ത് പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കാണിക്കുന്നത് നെയിം ക്ലോസിനകത്താണ്. The name of the company should not be undesirable in the opinion of the central government. If it is so, the company cannot be registered with such a name. നമ്മളങ്ങനെ പേര് കൊടുക്കുമ്പം, കമ്പനിക്ക് പേര് കൊടുക്കുമ്പം അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായ പ്രകാരം അത് അൺഡിസയറബിൾ ആയിട്ടുള്ള ഒന്നാവാൻ പാടില്ല. അത് ഗുണമില്ലാത്ത അല്ലെങ്കിൽ അനുചിതമായിട്ടുള്ള ഒന്നാവാൻ പാടില്ല. ഇഫ് ഇറ്റ് സോ, അങ്ങനെയാണെങ്കിൽ ദ കമ്പനി കാനോട്ട് രജിസ്റ്റേർഡ് വിത്ത് സച്ച് നെയിം. അത്തരം ഒരു പേര് വെച്ചിട്ട് കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്ന് തന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദ നെയിം ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി ഐഡൻറ്റിക്കൽ വിത്ത് ദ നെയിം ഓഫ് ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനി. നിലവിൽ നേരത്തെ ഉള്ളൊരു കമ്പനിയുടെ പേരുമായിട്ട് അതേപോലത്തെ ഒന്ന് ഐഡൻറ്റിക്കൽ ആവാൻ പാടില്ല, അതുപോലത്തെ ഒന്നാവാൻ പാടില്ല. ഈ ഷുഡ് നോട്ട് ടു ക്ലോസ്ലി റിസംബിൾ ദ നെയിം ഓഫ് അനദർ എക്സിസ്റ്റിംഗ് കമ്പനി. അതുപോലെ തന്നെ നിലവിലുള്ളൊരു കമ്പനിയുടെ പേരിനോട് വളരെ അടുത്ത് നിൽക്കുന്ന, വളരെയധികം സാമ്യമുള്ളതാവാനും പാടില്ല. ടു ക്ലോസ്ലി റിസംബിൾ ആവാനും പാടില്ല, ഐഡൻറ്റിക്കൽ ആവാനും പാടില്ല, അതേപോലെ ആവാനും പാടില്ല. The name of the company should be such that the use of it by company will not constitute an offense under any law for the time being in force. കമ്പനിയുടെ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് നിലവിൽ ഉള്ള വേറെ ഏതെങ്കിലും ഒരു നിയമപ്രകാരം, ഇപ്പം നിലവിൽ പ്രാബല്യത്തിലുള്ള മറ്റൊരു നിയമപ്രകാരം എന്തെങ്കിലും ഒരു ഓഫൻസ് ഉണ്ടാകുന്നതാകാൻ പാടില്ല, എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാകുന്ന ലെവലിലേക്ക് അത് പോകാൻ പാടില്ല. ദ നെയിം ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി സച്ച് ദാറ്റ്, അത്തരത്തിലുള്ള ഒന്നാവാൻ പാടില്ല കമ്പനിയുടെ പേര്. ദാറ്റ് ദ യൂസ് ഓഫ് ഇറ്റ് ബൈ ദ കമ്പനി അത് ഉപയോഗിക്കുകയാണെങ്കിൽ വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓഫൻസ്, എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചത് കൊണ്ട് അതൊരു ഒരു തെറ്റായി മാറാൻ പാടില്ല. അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്, ആ സമയത്ത് പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും ഒരു നിയമപ്രകാരം നോക്കി കഴിഞ്ഞാൽ
ആ പേര് ഉപയോഗിച്ചത് കമ്പനി ഒരു കുറ്റം ചെയ്തതിന് തുല്യമായിട്ട് മാറാൻ പാടില്ല. അപ്പം അങ്ങനെ ആവുമെങ്കിൽ ആ പേര് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. The name of the company should not be one prohibited by the emblems and names. Prevention of Improper Use Act 1950. Emblems and names Prevention of Improper Use Act 1950 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്ത ഒന്നാവാൻ പാടില്ല കമ്പനിയുടെ പേര്. The public company with limited liability must add the word limited at the end of its name, and private company the word private limited. അപ്പം പബ്ലിക് കമ്പനി അതിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ലിമിറ്റഡ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കണം, ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയ പബ്ലിക് കമ്പനി ആണെങ്കിൽ. അതുപോലെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ വേർഡിൻ്റെ അവസാനത്തിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും ചേർത്തിട്ടുണ്ടായിരിക്കണം. The company's name containing the following words or expression can be used by the company only with the previous approval of the central government. താഴെ പറയുന്ന ഏതാനും കാര്യങ്ങൾ അല്ലെങ്കിൽ വേർഡുകൾ, എക്സ്പ്രഷൻസ് കമ്പനിയുടെ പേരിൻ്റെ കൂടെ ഉൾപ്പെടുത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വേണം. ദ കമ്പനീസ് നെയിം കണ്ടെയ്നിങ് ദ ഫോളോവിങ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ്, താഴെ കൊടുത്തിരിക്കുന്ന പറയുന്ന വേർഡ്സും എക്സ്പ്രഷൻസും ഉൾപ്പെടുത്തണമെങ്കിൽ ദ കമ്പനി can be used by the company only with the previous approval of the central government. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദത്തോടെ ചെയ്യാൻ പറ്റും. Any word or expression which is likely to give an impression that the company is in any way connected with or having patronage of the central government. Any word or expression which is likely to give an impression that the company in any way connected with or having patronage of central government. സെൻട്രൽ ഗവൺമെൻറ്റോ ഈ പറയുന്ന ഇവിടെ തുടർന്ന് കുറേ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, കോർപ്പറേഷൻ ഓർ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ രൂപീകരിച്ച ബോഡിയോ കോർപ്പറേഷനോ ഈ പറയുന്ന ഏതെങ്കിലുമായിട്ട് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരോടൊരു പാട്രണേജ് ഉണ്ട് എന്നുള്ളൊരു ഫീല് തോന്നിക്കുന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു വാക്കോ വേർഡോ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് എങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുവാദം വേണം. അതുപോലെ തന്നെ എനി വേർഡ് ഓർ എക്സ്പ്രഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി റൂൾസ്, റൂൾ പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും വേർഡോ എക്സ്പ്രഷൻസോ ചേർക്കണമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. And then any person make an application in the prescribed manner accompanied by prescribed fee to the registrar for reservation of the name of the proposed company or the name to which the company proposed to change its name. കമ്പനി പ്രപ്പോസ്ഡ് കമ്പനിക്ക്, നമ്മൾ ഉണ്ടാകാൻ പോകുന്ന കമ്പനിക്കുള്ള പേരോ അല്ലെങ്കിൽ ദ നെയിം ടു വിച്ച് ദ കമ്പനി പ്രപ്പോസ് ടു ചേഞ്ച് ഇറ്റ്സ് നെയിം, കമ്പനിയുടെ പേര് അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റാൻ ഉദ്ദേശിക്കുന്ന പേര് ഏതാണോ ആ രണ്ടും റിസർവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, റിസർവേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാർക്ക് ഒരു വ്യക്തിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. എനി പേഴ്സൺ മേ മേക്ക് അപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ ഫോർ ദ റിസർവേഷൻ. ഓക്കെ, അതെങ്ങനെ ആവണം? ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ അക്കമ്പനീഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് ഫീ. അതിൽ പറഞ്ഞിരിക്കുന്ന വേണ്ട ഫീ എത്രയാണോ അതും അതിൻ്റെ പ്രത്യേക രീതി ഉണ്ടാകും, പ്രത്യേക ഫോമിൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ആ പ്രിസ്ക്രൈബ്ഡ് മാനറിലും വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ മാത്രം. On receipt of the application, the registrar may reserve the name for 60 days from the date of application. അങ്ങനെ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ്റെ ഡേറ്റ് തൊട്ട് 60 ദിവസത്തേക്ക് ആ ഒരു പേര് ഇവർക്ക് വേണ്ടിയിട്ട് രജിസ്ട്രാർ റിസർവ് ചെയ്ത് വെക്കും. Every company is required to paint or affix its name outside every office or place in which its business is carried on. അപ്പോൾ പേര് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പേര് ഓഫീസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്ന സ്ഥലം ഏതാണോ അവിടെ അത് പെയിൻറ്റ് ചെയ്യുകയോ ആ പേര് അഫിക്സ് ചെയ്യുകയോ ചെയ്തിരിക്കണം. ഷാൾ ഹാവ് ഇറ്റ്സ് നെയിം എൻഗ്രേവ്ഡ് ഇൻ ലെജിബിൾ ക്യാരക്ടർ ഓൺ സീൽ. അതിൻ്റെ സീലിൽ വളരെ വ്യക്തമായ അക്ഷരങ്ങളിൽ അതിൻ്റെ ആ ഒരു പേര് പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. Then company shall have its name and address of its registered office mentioned in all its business letters and other documents. കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സും അതിൻ്റെ എല്ലാ ബിസിനസ് ലെറ്ററുകളിലും മറ്റു ഡോക്യുമെൻറ്റുകളും പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഓഫീസേഴ്സ് ഹു മേക്ക് ഡീഫോൾട്ട് ഇൻ ഫുൾഫില്ലിംഗ് ദിസ് ഡ്യൂട്ടി ആർ ലയബിൾ ടു പണിഷ്മെൻറ്റ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ ഡീഫോൾട്ട് വരുത്തുന്ന കമ്പനിക്കും അതിൻ്റെ ഓഫീസേഴ്സും അതിനൊക്കെ തന്നെ അവർക്ക് പണിഷ്മെൻറ്റ് ലഭിക്കുന്നതാണ്. ദ നെയിം ഓഫ് ദ കമ്പനി മസ്റ്റ് ബി പെയിൻറ്റഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് എവറി പ്ലേസ് വെയർ ദ ബിസിനസ് ഓഫ് ദ കമ്പനി ഈസ് ക്യാരിഡ് ഓൺ. ബിസിനസ് നടത്തുന്ന എവിടെയാണോ അവിടെയൊക്കെ ഇതിൻ്റെ പേര് പെയിൻറ്റ് ചെയ്തിരിക്കണം.
ദെൻ രണ്ടാമത്തെ ക്ലോസ് ആണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഓർ ഡൊമസൈൽ ക്ലോസ് ഓർ സിറ്റുവേഷൻ ക്ലോസ്. ഈ മൂന്ന് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഡൊമസൈൽ ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്. This clause of MOA, Memorandum of Association, contains the name of the state in which the registered office of the company is to be situated. നമ്മളുടെ രജിസ്റ്റേർഡ് ഓഫീസ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റേറ്റ് ഏതാണോ, സംസ്ഥാനം ഏതാണോ, അതിൻ്റെ പേര് അടങ്ങിയിട്ടുള്ള ക്ലോസ് ആണ് ഈ പറയുന്ന ക്ലോസുകൾ. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമസൈൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ്. The registered office of the company must be in existence from the days of incorporation of the company and at all times thereafter. ഈ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഡേയ്സ് മുതൽക്ക് പ്രാബല്യത്തിലുണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ഓൾ ടൈംസ് ദെയർ ആഫ്റ്റർ, അതിനുശേഷം എല്ലായ്പ്പോഴും അത് നിലവിലുണ്ടായിരിക്കണം. Verification of the situation of the registered office must be given to the registrar of the company within 30 days of the incorporation of the company. കമ്പനി രൂപീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ കമ്പനി രജിസ്ട്രാർക്ക് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ സിറ്റുവേഷൻ്റെ വെരിഫിക്കേഷൻ കൊടുത്തിരിക്കണം. All the important documents and books of the company, such as annual return, minutes books, register of members, etc., are kept in the registered office. കമ്പനിയുടെ എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളും ബുക്കുകളും, അതായത് ആനുവൽ റിട്ടേൺ, മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ ബുക്സും ഡോക്യുമെൻറ്റ്സും കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. All important communications, notices, circulars, process of court and other correspondence relating to the company are to be addressed to this registered office. കമ്പനിയുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും അതിൻ്റെ നോട്ടീസുകൾ, സർക്കുലറുകൾ, കോർട്ടിൻ്റെ പ്രോസസ്സുകൾ, മറ്റ് കറസ്പോണ്ടൻസുകൾ, മറ്റിടപാടുകളെല്ലാം തന്നെ രജിസ്റ്റേർഡ് ഓഫീസിന് അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കണം, അതിലേക്കായിരിക്കണം നടത്തേണ്ടത്. ഒബ്ജക്റ്റ് ക്ലോസ്. This clause of memorandum association contains the objects for which the proposed company is to be formed. നമ്മളിപ്പോൾ രൂപീകരിക്കാൻ പോകുന്ന കമ്പനി ഫോം ചെയ്യപ്പെടുന്നതിൻ്റെ ലക്ഷ്യം എന്താണോ, ഒബ്ജക്ട്സ് എന്തൊക്കെയാണോ, അതെല്ലാം തന്നെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഈ ക്ലോസിനകത്ത്, ഒബ്ജക്ട്സ് ക്ലോസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഓഫ് ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് ആണിത്. ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി മസ്റ്റ് സ്റ്റേറ്റ് ഇൻ ക്ലിയർ ആൻഡ് ഡെഫിനിറ്റ് ടേംസ്. വളരെ വ്യക്തമായിട്ട് ഡെഫിനിറ്റായിട്ട് കൃത്യമായിട്ട് വേണം ഒബ്ജക്ട്സ് സ്റ്റേറ്റ് ചെയ്യാൻ. ദ ഒബ്ജക്റ്റ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് പ്രൊപ്പോസ്ഡ് ടു ബി ഇൻകോർപ്പറേറ്റഡ്. നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഒബ്ജക്ട്സ്, മെയിൻ ഒബ്ജക്ട്സ്, പ്രധാനമായിട്ടും ആ ഒരു കമ്പനി ഫോം പോകുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്, ആൻഡ് എനി അതർ മാറ്റേഴ്സ് കൺസിഡർ നെസസറി ഇൻ ഫർദറൻസ് ഓഫ് ദി സ്റ്റേറ്റഡ് ഒബ്ജക്ട്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന മറ്റ് മാറ്റേഴ്സ്, അതായത് മറ്റ് ഒബ്ജക്റ്റുകൾ, അതർ ഒബ്ജക്ട്സ് വരും അതിനകത്ത്. പിന്നെ ദ സെലക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ബൈ ദ കമ്പനി ഈസ് ഹൗവർ സബ്ജക്ട് ടു ദ ഫോളോയിങ് റെസ്ട്രിക്ഷൻസ്. നമ്മൾ ഒരു കമ്പനിയുടെ ഒബ്ജക്ട്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സുകൾ താഴെ പറയുന്ന നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ദ ഒബ്ജക്ട് ഷുഡ് നോട്ട് ബി ഇല്ലീഗൽ ഓർ അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി. ഒബ്ജക്ട്സ് എങ്ങനെ ആവാൻ പാടുള്ളൂ? അതൊരിക്കലും ഇല്ലീഗൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് പോളിസിക്ക്, പൊതു നയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാവാനും പാടില്ല. ദ ഒബ്ജക്ട് ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ടാവാൻ പാടില്ല. ദ ഒബ്ജക്ട് ഷുഡ് നോട്ട് ബി അഗെയിൻസ്റ്റ് ദ ജനറൽ ലോ ഓഫ് ദി ലാൻഡ്. ആ ഒരു ലാൻഡിലെ ജനറൽ ലോ, ഏതാണോ രാജ്യം, ആ രാജ്യത്തെ പൊതുവായിട്ടുള്ള നിയമം എന്താണോ അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നാവാൻ പാടില്ല. ദ ഒബ്ജക്ട്സ് ക്ലോസ് സെർവ്സ് ദ ഫോളോയിങ് പർപ്പസ്. താഴെ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഒബ്ജക്ട് ക്ലോസ് നേടിത്തരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് താഴെ പറയുന്നവയാണ്. ഇറ്റ് എനേബിൾസ് ദ സബ്സ്ക്രൈബേഴ്സ് ടു നോ ദ യൂസ് ടു വിച്ച് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് മണി ഈസ് പുട്ട് ആൻഡ് ദസ് എക്സ്റ്റെൻഡ്സ് പ്രൊട്ടക്ഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. ഇത് സബ്സ്ക്രൈബേഴ്സിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ പണം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ സഹായിക്കുന്നു. അതുവഴി ഷെയർ ഹോൾഡേഴ്സിന് ഇത് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. Certain degree of protection to creditors also, in as much as the company cannot spend its capital on any activities which are not within the purview of
ഒബ്ജക്റ്റ് ക്ലോസ്. ത്തോളം ഈ ഒബ്ജക്ട്സ് ക്ലോസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അതിനു വേണ്ടി മാത്രമേ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്ട്സ് ഇവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റിക്ക് അപ്പുറമായിട്ടൊന്നിനും ക്യാപിറ്റൽ ഉപയോഗിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ക്രെഡിറ്റേഴ്സിന് ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് സർട്ടൺ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ടു ക്രെഡിറ്റേഴ്സ്. ഇത് ക്രെഡിറ്റേഴ്സിന് ഒരു പരിധി വരെയൊക്കെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Also, in as much as the company cannot spend its capital on any activities which are not within the purview of object clause. Object clause-ന്റെ purview-ൽ വരാത്ത, അതിൻ്റെ പരിധിക്കകത്ത് വരാത്ത ആക്ടിവിറ്റീസിന് കമ്പനിക്ക് പണം ചെലവഴിക്കാൻ കഴിയില്ല, ക്യാപിറ്റൽ ചെലവഴിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റേഴ്സിന് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The object clause serves the public interest as the company cannot diversify its activities beyond those specified in the object clause. ഒബ്ജക്റ്റ് ക്ലോസ് അതുപോലെ തന്നെ പൊതുജന താല്പര്യവും സംരക്ഷിക്കുന്നുണ്ട്. The object clause serves the public interest. എങ്ങനെ സംരക്ഷിക്കുന്നത്? As the company cannot diversify its activities beyond those specified in the object clause. ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെയും പരിധിക്കപ്പുറമായിക്കൊണ്ട് അതിൻ്റെ പ്രവൃത്തികളെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ, മാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ കമ്പനിക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പൊതുജനങ്ങളുടെ താല്പര്യവും അത് സംരക്ഷിക്കുന്നുണ്ട്. കാരണം മെമ്മോറാണ്ടം ഒരു പബ്ലിക് ഡോക്യുമെൻ്റാണ്, അത് എല്ലാവർക്കും വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ പബ്ലിക്കിന് റിയാക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ പബ്ലിക്കിനും അത് പബ്ലിക്കിൻ്റെ താല്പര്യം ഒരു പരിധി വരെയൊക്കെ അത് സംരക്ഷിക്കുന്നുണ്ട്. ദെൻ നാലാമത്തെ ക്ലോസാണ് ലയബിലിറ്റി ക്ലോസ്. This clause contains the nature of liability of the members of the company. കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയുടെ തരം എങ്ങനെയാണ്, അതിൻ്റെ പരിധി എത്രയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലോസാണ് ലയബിലിറ്റി ക്ലോസ്. This clause is necessary for those companies in which the liability of the members limited. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ആണ് ഈ ക്ലോസ് അത്യാവശ്യമായി വരുന്നത്. The memorandum of such companies must state that the liability of the members is limited. അപ്പോൾ അത്തരം കമ്പനികളുടെ മെമ്മോറാണ്ടത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം? മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, ഷെയർസാൽ ലയബിലിറ്റി ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം the liability clause must state that the liability of the members shall be limited to the amount unpaid if any on shares held by them. അപ്പം അങ്ങനെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലയബിലിറ്റി ക്ലോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം the liability of the members shall be limited to the amount unpaid if any on shares held by them. ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയറിന്മേൽ അൺപെയ്ഡ് ആയിട്ടുള്ള വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ അതുവരേക്ക് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. അതായത് അത്രയും എമൗണ്ട് വരെയൊക്കെ അവർക്ക് ലയബിലിറ്റി വരുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ലയബിലിറ്റി ക്ലോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇഫ് ദ ഷെയർസ് ആർ ഫുള്ളി പെയ്ഡ് ദെൻ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഇസ് നിൽ. ആ ഷെയർ ഫുള്ളായിട്ട് അവർ അടച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റി ഇല്ല, നില്ലാണ്. ഇപ്പോൾ 100 രൂപേൻ്റെ ഒരു ഷെയർ ആണെങ്കിൽ 100 രൂപയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ലയബിലിറ്റി ഇല്ല. 80 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ എങ്കിൽ ബാക്കി അടക്കാത്ത 20 രൂപ, അതാണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ അൺപെയ്ഡ് പോർഷൻ മാത്രമേ അവർക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. In case of companies limited by guarantee, the liability clause must state that the liability of the members shall be limited by guarantee. അപ്പം കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലയബിലിറ്റി ക്ലോസിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം? ദ ലയബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഷാൾ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് എത്രയാണോ അത്ര വരേക്ക് ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കണം. ഇൻ സച്ച് കേസസ് ദ ലയബിലിറ്റി ക്ലോസ് വിൽ ഓൾസോ സ്റ്റേറ്റ് ദ എമൗണ്ട് which every member undertake to contribute to the asset of the company in the event of its winding up. ഇപ്പോൾ ഈ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഒരു നിശ്ചിത എമൗണ്ട് കമ്പനിയിലേക്ക് തരാമെന്നാണ് അവിടെയുള്ള മെമ്പേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പം ഒരു 1 ലക്ഷം രൂപയാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ 1 ലക്ഷം രൂപ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാം എന്നാണ് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഈ ലയബിലിറ്റി ക്ലോസിനകത്ത്
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഗ്യാരണ്ടി ചെയ്ത എമൗണ്ട് വരെയൊക്കെ ലാബിലിറ്റി ഉള്ളൂ എന്നുള്ളത്. കൂടാതെ കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പം കമ്പനിയുടെ അസറ്റിലേക്ക് അവർ കൊടുക്കേണ്ട തുക എത്രയാണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കണം. ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ 1,00,000 തരേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇൻ സച്ച് കേസ് ദ ലാബിലിറ്റി ക്ലോസ് വിൽ ഓൾസോ സ്റ്റേറ്റ് ദ എമൗണ്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം വിച്ച് എവറി മെമ്പർ അണ്ടർടേക്സ് ടു കോൺട്രിബ്യൂട്ട് ദ അസറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എമൗണ്ട് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഇറ്റ്സ് വൈൻഡിങ് അപ്പ്, അതിൻ്റെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്. This means that if at the time of winding up, the means that if at the time of winding up in the സമയത്ത് the asset of the company falls short to pay its debts and liabilities. ിൻ്റെ സമയത്ത് കമ്പനിയുടെ ഡെറ്റ്സും ലാബിലിറ്റീസും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസറ്റ്സ് വിറ്റ തുകയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അതിൽ അങ്ങനെ പേ ചെയ്യുന്നതിന് വേണ്ടത്ര എമൗണ്ട് ഇല്ലാതെ വരികയാണെങ്കിൽ, അതിൽ ഷോർട്ട് വരികയാണെങ്കിൽ, then the members shall contribute the asset of the company, the amount which they have undertaken to pay. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ പേ ചെയ്യേണ്ടതായിട്ടുള്ള പേ ചെയ്യാൻ ലാബിളായിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് കമ്പനിയുടെ അസറ്റിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ക്യാപിറ്റൽ ക്ലോസ് സെക്ഷൻ 4(1)(e) കകത്താണ് ക്യാപിറ്റൽ ക്ലോസിനെ കുറിച്ച് നിർവഹിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദിസ് ക്ലോസ് കണ്ടെയ്ൻസ് ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് ടു ബി രജിസ്റ്റർഡ്. കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ്, ആ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ് ഈ ക്ലോസിനകത്ത് വരുന്നത്. This clause should also state the number and value of shares into which the capital of the company is divided. കമ്പനിയുടെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ എണ്ണം, എത്ര ഷെയറുകളായിട്ടാണോ ക്യാപിറ്റലിന് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ എണ്ണവും ഷെയറിൻ്റെ വാല്യൂവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. The capital with which the company is registered is called the registered or nominal or authorized capital. കമ്പനി ഏത് ക്യാപിറ്റൽ വെച്ചിട്ടാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ക്യാപിറ്റലിന് നമ്മൾ പറയുന്ന പേരാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത്. The effect of this clause is that the company cannot issue more shares than are authorized by its memorandum of association. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഈ ക്ലോസിൽ നമ്മൾ ഓതറൈസ് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ആ ഷെയർ എത്രയാണോ അതിൻ്റെ എമൗണ്ട് എത്രയാണോ അതിൽ കൂടുതൽ ഒരിക്കലും കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാവുന്ന മാക്സിമം ഷെയർസാണ് ഇത്. ദെൻ അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്താണെന്ന് നോക്കാം. ദിസ് ക്ലോസ് കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ പേഴ്സൺസ് who signed the memorandum and state that they are willing to form themselves into a company. കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ അടങ്ങിയ ക്ലോസ് ആണ് അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്, അല്ലേ? സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് വരുന്ന ക്ലോസ് ആണ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ഓർ അസോസിയേഷൻ ക്ലോസ്. ആൻഡ് സ്റ്റേറ്റ് ദാറ്റ് ദേ ആർ വില്ലിംഗ് ടു ഫോം ദംസെൽസ് ഇൻ ടു എ കമ്പനി. ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യാനുള്ള അവരുടെ ആ ഒരു വില്ലിങ്നെസ് ആണ് ഇതിനകത്ത്, അതിൻ്റെ താല്പര്യമാണ് ഇതിനകത്ത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാ ക്ലോസുകളും നമുക്കതിൻ്റെ പേര് കേട്ടാൽ തന്നെ പെട്ടെന്ന് പറയാൻ സാധിക്കും. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ മീനിങ് ചിലപ്പോൾ പെട്ടെന്ന് പറയാൻ സാധിച്ചോളണമെന്നില്ല. സബ്സ്ക്രിപ്ഷൻ ക്ലോസ് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അല്ലേ? സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് വരുന്ന ക്ലോസാണ്. ദീസ് പേഴ്സൺസ് ആർ കോൾഡ് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ ഇതിൽ പേര് എഴുതി സൈൻ ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ക്ലോസ് സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് മേക്ക് എ ഡിക്ലറേഷൻ. ഈ ക്ലോസിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഒരു ഡിക്ലറേഷൻ മേക്ക് ചെയ്തിരിക്കണം. അവരുടെ വില്ലിങ്നെസ് അറിയിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷനാണ്. ദിസ് ഡിക്ലറേഷൻ മസ്റ്റ് ബി സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് ഹൂ മസ്റ്റ് അറ്റസ്റ്റ് സിഗ്നേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഡിക്ലറേഷൻ ഓരോ സബ്സ്ക്രൈബറും സൈൻ ചെയ്തിരിക്കണം. അത് ചുരുങ്ങിയത് ഒരു സാക്ഷിയുടെ മുമ്പാകെ ആയിരിക്കണം നമ്മളത് സൈൻ ചെയ്യേണ്ടത്. ഹൂ മസ്റ്റ് അറ്റസ്റ്റ് ദ സിഗ്നേച്ചർ. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ സിഗ്നേച്ചർ ഈ പറയുന്ന സാക്ഷി അതെന്ത് ചെയ്തിരിക്കണം, അറ്റസ്റ്റ് ചെയ്യും കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. Moreover, every subscriber must also write his name, address, description and occupation, if any, and the number of shares which he takes. അത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ സൈൻ ചെയ്യുന്ന സമയത്ത് അവരുടെ പേരും അഡ്രസ്സും ഡിസ്ക്രിപ്ഷനും ഒക്യുപ്പേഷനും എല്ലാം കൊടുത്തിരിക്കണം. കൂടാതെ ഓരോരുത്തരും ഹെൽഡ് ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണവും കാണിച്ചിരിക്കണം. Every subscriber must take at least one share.
എല്ലാ സബ്സ്ക്രൈബറും ചുരുങ്ങിയത് ഒരു ഷെയറെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം. In case of public company, the memorandum must be signed by at least 7 subscribers. In case of private company, by at least 2 subscribers. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 7 സബ്സ്ക്രൈബേഴ്സ് സൈൻ ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 2 സബ്സ്ക്രൈബേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ച് അതിൻ്റെ ക്ലോസുകളെ കുറിച്ചും മറ്റുമൊക്കെ പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആൾട്ടറേഷനെ കുറിച്ച് പറയാനുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Till then,